ശ്രീ ജയചന്ദ്രൻ, ഈ ആധുനിക കാലത്തൊരു ഹെലികോപ്റ്റർ യാത്ര ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്നതെന്തോ മഹാ അപരാധമാണ് എന്നൊന്നും കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊക്കെ അറിയാമായിരുന്ന ശ്രീ വി ഡി സതീശൻ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ എടുത്ത ഒരു സമീപനം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വക്രീകരിച്ചാണ് അദ്ദേഹം ഓരോരോ കാര്യങ്ങളെയും അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ ഹെലികോപ്റ്റർ അടക്കമുള്ള വിഷയങ്ങൾ അതിൻ്റെ ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അതിൻ്റെ രേഖകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുമ്പോൾ അതിന് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതിൻ്റെ സമ്പത്ത് എവിടെ നിന്ന് വന്നു എന്നാരും അറിയേണ്ടതില്ല. ഹെലികോപ്റ്റർ സംബന്ധിച്ച ഉപയോഗത്തെ സംബന്ധിച്ച് വിവരാവകാശം ചോദിക്കുമ്പോൾ അത് പുറത്തേക്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാം ഒരു കോട്ട കെട്ടി അതിനുള്ളിൽ ഈ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മുൻകാലങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനം എന്തായിരുന്നു? ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന സമീപനം എന്താണ്? അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹം ഇപ്പോൾ കല്യാണത്തിന് ഹെലികോപ്റ്ററിൽ പോയി എന്ന് വിചാരിച്ച് അതിൽ ഒരു ദൂർത്തോ വലിയ കാര്യമോ ഉണ്ട് എന്ന് പറയേണ്ടതില്ല. അതൊക്കെ ഓരോ ഭരണാധികാരികളുടെ സമയം സാഹചര്യമൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു പിണറായി വിജയനെതിരെ നിരന്തരം ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ. ശ്രീ ജയചന്ദ്രൻ. അതെ, അപ്പോ വെറും അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് സതീശനെ അതിലേക്ക് നയിച്ചത് എന്ന് ഇപ്പോ ആർക്കും പറയാതെ വലതുപക്ഷ വോട്ടർമാർക്കും വിശ്വാസികൾക്കും അവരെ അനുകൂലിക്കുന്നവർക്കും എല്ലാം തികഞ്ഞ ബോധ്യം വന്ന് കാണണമല്ലോ. അന്ന് എന്തൊക്കെയാണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കെ സതീശൻ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിന് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ ആവശ്യത്തിനായിരുന്നില്ല. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കല്ലാതെ അദ്ദേഹം ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുമില്ല. എന്നിട്ടും ആ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തി അനാവശ്യമായ വിവാദങ്ങൾ ചൊരിയാനാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എപ്പോഴും ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നീതീകരണവും ഇല്ലാതെ ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും മനസാക്ഷി കുത്തുണ്ടോ എന്ന് പോലും ചോദിക്കാൻ അദ്ദേഹത്തിനൊപ്പം കൈയടിച്ചതെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്ന മാധ്യമങ്ങൾ എവിടെ പോയി എന്നുള്ളത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇതൊരു കാര്യത്തിലല്ലല്ലോ ഷമ്മി കാണുന്നത്. ഏതെല്ലാം കാര്യത്തിലാണ് ഈ പുതിയ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വി ഡി സതീശൻ മലക്കം പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിയാൽ അത് ഒരു കാര്യത്തിലല്ല, 10 കാര്യത്തിലുമല്ല, 15 കാര്യത്തിലുമല്ല എന്ന് കാണാൻ കഴിയും. എല്ലാ കാര്യത്തിലും സ്വന്തം മുൻ നിലപാടുകളെ ആകെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടോ ഉള്ള ഇടപെടലുകളും നടപടികളുമാണ് മുഖ്യമന്ത്രി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഹെലികോപ്റ്റർ യാത്രകൾ എന്ന കാര്യം ഞാൻ ഇദ്ദേഹത്തിന്റെ ചില അടുപ്പക്കാരോട് ഫോണിൽ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞൊരു മറുപടി വിചിത്രവും അതേസമയം പ്രസക്തവുമായി തോന്നി. അവർ പറയുന്നത് ഈ സർക്കാർ വക പോലീസ് ഹെലികോപ്റ്റർ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നൊരു ഗൈഡ് ലൈൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, പിന്നെന്താണ് മുഖ്യമന്ത്രിക്ക് ഉപയോഗിച്ചാൽ എന്നൊരു മറുവാദമാണ് ഉന്നയിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ വ്യക്തത എനിക്ക് കൃത്യമായിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ചൊന്നും പറയാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഗൈഡ് ലൈൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കേണ്ടത് ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട സംഗതിയുമാണ്. ഇപ്പൊ അവര് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനൊരു ഗൈഡ് ലൈൻ ഇല്ലല്ലോ, അതുകൊണ്ട് മുഖ്യമന്ത്രി നേരത്തെ അവകാശപ്പെട്ടതുപോലെ 85 മണിക്കൂർ പറക്കാം, അതായില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ പോയി, എവിടെ അമ്മായിച്ചനെ കാണാൻ പോയി, അതെന്താ കുഴപ്പം എന്നുള്ള ലാഘവത്വത്തോടെ പ്രതികരിക്കുന്ന രീതിയാണ് അവരുടെ ഭാഗത്തു നിന്ന് മറുപടിയായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഏതായാലും ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്, അദ്ദേഹം കഴിഞ്ഞ ഗവൺമെന്റിനെ വിമർശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നേരെ അധികാര കസേരയിൽ വരുമ്പോൾ അതിനെ ആകെ നിരാകരിക്കുന്ന നടപടിയാണ് വി ഡി സതീശൻ എല്ലായ്പ്പോഴും തുടക്കം മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും അത് തന്നെയാണ് ആവർത്തിച്ചത് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്.